ഇവിടെ ദാസൻ എന്ന ഒരാൾ ഒരു ടെക്സ്റ്റൈൽസിൽ സെക്യൂരിറ്റി ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിൽ ഒരു കസ്റ്റമർ നടുവിൽ കാർ ഇട്ടിട്ട് പോയി. അയാൾ ഓടിച്ചെന്ന് കാർ കുറച്ച് സൈഡിലേക്ക് നിർത്താൻ പറഞ്ഞു. എന്താണോ ഞാൻ കാർ പാർക്ക് ചെയ്യുമ്പോൾ നീ കണ്ടില്ലേ? അപ്പൊ താൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡ്യൂട്ടി ടൈമിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. അയാളെ അടിക്കാൻ തുടങ്ങി. ഇതിൽ അയാൾക്കും ദേഷ്യം വന്ന് കിളി പാറുന്ന ഒരു അടി അവന് കൊടുത്തു. ഇത് കണ്ട മാനേജർ ഓടി വന്ന് കസ്റ്റമറിനെ അടിക്കുന്നോടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഇത് കേട്ട അവനും ഈ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അടുത്തതായി എന്തു ചെയ്യുമെന്ന് അറിയാതെ ഒരു സൈക്കിളിൽ പോകുമ്പോൾ റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്നവരെ കണ്ടു. അത് കണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് പറമ്പിൽ കയറി കുറച്ച് വാഴക്കൊല വെട്ടി നട്ടുപിടിപ്പിച്ച ചീര കുറച്ച് എടുത്ത് അതെല്ലാം സൈക്കിളിൽ വെച്ച് വിൽക്കാൻ തുടങ്ങി. ഇതേപോലെ ഡെയിലി പച്ചക്കറി വിറ്റ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാഷ് എല്ലാം തികയാത്തത് കൊണ്ട് വേറെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇവന്റെ വൈഫ് അടിപൊളിയായി ചായ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു ടീ ഷോപ്പ് തുടങ്ങി. നല്ല ചായ ആയതുകൊണ്ട് തന്നെ ആ ഷോപ്പ് പെട്ടെന്ന് ഫേമസ് ആയി. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ ഫുഡ് വ്ളോഗേഴ്സ് വന്ന് അവരും യൂട്യൂബിലിട്ട് പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ ഷോപ്പ് കുറെ അധികം ഫേമസ് ആയി. അതുകൊണ്ട് തന്നെ അവസാനം അവര് വലിയൊരു ടീ ഷോപ്പ് ആക്കി മാറ്റി. പല ബ്രാഞ്ചുകളും തുടങ്ങി. അതിൽ നിന്ന് തന്നെ ഒരു വലിയ പണക്കാരനായി മാറി.